തടിയന്മാരെയും കൊണ്ട് പോയിട്ട് അവന്റെ ചെറുവിരൽ അനക്കാൻ സാധിച്ചില്ല. നാണക്കേട്. സായിപ്പേ, കോട്ടൂർ വനത്തിൽ ലുഗ്ഗൻ മന്ത്രവാദിയുണ്ട്. എന്തിന്? ആ മന്ത്രവാദിയെ കൊണ്ട് ശുദ്ധം ചെയ്യിപ്പിച്ചാൽ മുത്തിന് 3 നേരം ഭ്രാന്ത് വരും. 10-15 കൊല്ലങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരുത്തിന് ഭ്രാന്ത് വരുത്തിയിട്ടുണ്ട്. വെറും 200 രൂപയുടെ ചെലവേ ഉള്ളൂ. സായിപ്പ് അങ്ങനെ പറയരുത്. ഭയങ്കര ശക്തിയുള്ള മന്ത്രവാദിയാണ്. സായിപ്പിന് 200 രൂപ മനസ്സിലെങ്കിൽ വേണ്ട, പക്ഷെ മന്ത്രവാദി ആക്ഷേപിക്കരുത്. നിനക്ക് വേണ്ടി 10-200 ഞാൻ തരാം. ഒരുപാട് അടി കൊണ്ടതല്ലേ. ഞാൻ തരുന്ന കാശ് വല്ലവനും കൂടെ തുലയ്ക്കരുത്. ഇന്നേക്ക് 10 ദിവസത്തിനുള്ളിൽ മുത്തിന് ഭ്രാന്ത് പിടിപ്പിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അല്ലെങ്കിൽ സായിപ്പന്നെ നായിന്റെ മോനെന്ന് വിളിച്ചു. അത് സായിപ്പ് എപ്പോഴും വിളിക്കാറുള്ളതല്ലേ, പക്ഷെ ഇംഗ്ലീഷിലാണെന്ന് മാത്രം. ശരി, നാളെ കമ്പനിയിൽ നിന്ന് 200 രൂപ വാങ്ങിച്ചോ. ഞാൻ പറഞ്ഞേക്കാം. പൊയ്ക്കോ പൊയ്ക്കോ. അല്ലാച്ചാ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു. നല്ല രസം മതാവക്കളി. ഒന്ന് വാടേ വാടാ. ഇങ്ങോട്ട് വന്നേ. നീ കാര്യം അറിഞ്ഞില്ല? വിഷമിക്കാനൊന്നുമില്ല. രാത്രിയിൽ അവർ ക്ഷുദ്രം ചെയ്ത സാധനം നിന്റെ വീടിന്റെ പരിസരത്തെങ്ങാനും കുഴിച്ചിടും, നിന്നെ കൊണ്ട് മറിയർപ്പിക്കാൻ. അതുകൊണ്ട് രാത്രി മുഴുവനും കാത്തിരിക്കണം. നടക്കുന്ന വഴിയിലായിരിക്കും കുഴിച്ചിടുക. അതിന് സമ്മതിക്കാതിരുന്നാ മതി. ഇത്രയും ചെലവ് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത്രയും രൂപ ഉണ്ടാക്കാൻ പറ്റൂല്ലെങ്കിൽ ഞാൻ നാളെ രാവിലെ പോകും. അയ്യോ, അങ്ങനെ പറയരുത്. രൂപ ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം. 500 രൂപ കൊണ്ടുവന്നാൽ ഞാൻ കർമ്മം ചെയ്യാം, ഇല്ലെങ്കിൽ തിരിച്ചു പോകും. പോവാ. ശപിക്കരുതേ. സ്വാമിനി പൂജ തുടങ്ങിക്കോളൂ. ഞങ്ങൾ പോവാ പോവാ. ഇനി ഒരു 300 രൂപ ഉണ്ടാക്കണം. പലയ നിന്റെ കാശുണ്ടോ? അയ്യോ, കയ്യിലുള്ളതും കടം വാങ്ങിച്ചതും എല്ലാം കൂടി ചേർത്ത് ഞാൻ ഇന്നലെ വസ്തു വാങ്ങിയായിരിക്കും. ഇത് നീ എങ്ങനെ അറിഞ്ഞു? നീ സാധാരണ പറയാറുള്ളല്ലേ. പണ്ട് ഇറങ്ങാനായിട്ട് സായിപ്പ് ഇവിടെ ഇല്ല. 300 രൂപയുടെ കാര്യമല്ലേ. നിക്ക് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്തൊക്കെ ആയാലും മുത്തനും ഞാനും ഒരു ജാതിക്കാരല്ല. ഞാൻ പറയുന്നവർക്ക് ക്ഷുദ്രം ചെയ്യാൻ ഞാൻ നിന്റെ കൂടെ വന്നെന്ന് അവരറിഞ്ഞ നാട്ടുകാരെന്നെ തല്ലിക്കൊല്ലു. അത് നോക്ക്, ഞാനൊരു വഴി പറഞ്ഞുതരാം. നീ ചെന്ന വടക്കനാശാനോട് ചോദിക്കും, അങ്ങനെ വരും. പക്ഷെ ഞാൻ കൂടെ വരാം. അല്ലെങ്കിലും നിന്നൊക്കെ എനിക്കറിയാടാ. നീയൊക്കെ അവസാനം സ്വന്തം ജാതിക്കാരോട് നിൽക്കൂ. അതെത്ര തന്നെ ഉള്ളൂ. ഞാൻ ജനിച്ച നാടും എന്റെ ജാതിക്കാരും ഞാൻ മറക്കില്ല. വഴി എത്തിയോ?
പറയാനുള്ള ഭ്രാന്ത് അല്ലേടാ? എന്നാലും സായിപ്പേ ആ ക്ഷുദ്രത്തിന്റെ ഒരു ശക്തി മണ്ണാൻ കെട്ടി പോളാടുന്നു. എല്ലാ സായിപ്പേ ക്ഷുദ്രം കഴിഞ്ഞോടുകൂടി നല്ലാച്ചിന് ഒന്നാം തരം ഭ്രാന്തായി. ഇടാ അതൊക്കെ മനസ്സിന്റെ ഒരു തോന്നലാണ്. അങ്ങനെ തോന്നിയ ഉടുതുണില്ല നടക്കുവോ? അവനാകെ ഭയന്നു പോയി, അതാണ് കാരണം. വെറും സൈക്കോളജിക്കൽ. എന്താണ് സൈക്കോളജിക്കൽ? ഓ ഓ അതാണ്. മനസ്സിലായില്ലേ? ഓ സൈക്കിള് ചവിട്ടിട്ടാണല്ലേ? പെയിന്റ് പെയിന്റ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇവിടെ കട്ടും ചുവപ്പിലുള്ള ഗ്രീന് മതി. ഇവിടെ പിന്നെ ഇവിടെ വെള്ള വേണ്ട, വൈറ്റ് മതി. ഇത് നല്ല പെയിന്റ്, മുന്തി പെയിന്റ്. സായിപ്പേ സായിപ്പേ എന്താണ്? വിശക്കണം. ഇവിടെ ഒന്നുമില്ല. അപ്പോ ഓ വലിച്ചടി. ആ അങ്ങനെ.